അഡ്വക്കേറ്റ് ടി ബി മിനി കോടതിയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നെന്ന്. അതിന് കാരണം എന്നറിയോ, വൈകിട്ട് ഫുൾ ചാനലിൽ ഇരുന്ന് ഈ കേസിനെ കുറിച്ച് തെളിവുകളെല്ലാം കൂടെ ചാനലിൽ കൂടെ ഇങ്ങനെ ഇറക്കി വിടില്ല, നീണ്ട കഥ പോലെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കോടതിയിൽ പ്രിപ്പയർ ചെയ്യണം കേസിനെ കുറിച്ച്. അത് കഴിഞ്ഞ് രാവിലെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങുന്നതാ. 8 വർഷം കൊണ്ട് 10 ദിവസത്തിൽ താഴെ ആണ് കോടതി വന്നത്. എന്നിട്ടാണ് ചാനലിൽ വന്ന് തള്ളി മറിച്ചത്. തെളിവുകളുടെ കൂമ്പാരം കയ്യിലിരിക്കുകയാണ്. കോടതിയെ വിമർശിക്കുന്നു, ജഡ്ജിയെ വിമർശിക്കുന്നു. എന്തൊരു ഒലക്കേട മൂട്, എന്തൊരു തള്ളാ വന്ന് തള്ളിയത്. ഇവരുടെയൊക്കെ മാനസിക നില പരിശോധിക്കണം. വക്കീലുമാർക്ക് ഇവരൊക്കെ അപമാനമല്ലേ, എല്ലാ വക്കീലുമാർക്കും. കേസ് തോക്കും ജയിക്കും, ഇതൊക്കെ വക്കീൽമാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കോടതിയുടെ പരിസരത്ത് പോലും പോകാതെ കൂർക്കം വിളിച്ച് ഉറങ്ങി വെച്ച് ഞെട്ടി ഉണർത്തിട്ട് പറയാ കോടതി ശരിയല്ലെന്ന്. ഇതാ തെളിവുകളെല്ലാം കോടതി അവഗണിച്ചെന്നും. എന്തെങ്കിലും കോടതി പറഞ്ഞതോ കോടതി വാദിച്ചതോ ഒന്നും ഇവർ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉറക്കത്തിൽ എങ്ങനെ കേൾക്കാൻ? ഇനി ഉറക്കത്തിൽ കേൾക്കുന്ന വല്ല സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ല. തള്ളി മറിക്കല. ശരിക്കും പറഞ്ഞാല് അതിജീവിത എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഹാജരായ വക്കീലിന്റെ ഗതികേട് ആലോചിക്കുക. പക്ഷെ ഒരു കാര്യത്തിൽ അവരെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജൂനിയേഴ്സിനെ വിടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതൊരു വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ. ഏതായാലും നമോ വാഗം, ബെസ്റ്റ് വക്കീലും. അത് ഇതിനറിയാം, ഇത് നമ്മുടെ ഈ ചാനലിൽ വന്നിരുന്ന് പേരുണ്ടാക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും മാത്രമാണ്. ചാനലിൽ വരാൻ കൃത്യസമയത്ത് വരും, പിന്നെ ഞങ്ങളെ കണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ ആ നോക്കും പാനലിൽ ഇരിക്കുന്ന ആരൊക്കെയാണ്, കൊള്ളാവുന്നവർ വല്ലണ്ട് അവിടെ നിന്ന് അന്നേരം 100 വിടും. അന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയത്തില്ല. മണാകുണ ഇരുന്ന അവിടെ ഒന്ന് ഇരുന്നോളും. അപ്പൊ ഇത്തരക്കാരെയൊക്കെ അവഗണിക്കണം കേരള ജനത. കഷ്ടം കഷ്ടം കഷ്ടം. നല്ല നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം അല്ലേ? വീണ്ടും ഷാജി തുടങ്ങാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ അല്ലേ? അഡ്വക്കേറ്റ് ടി ബി മിനി അല്ലേ? സത്യം പറഞ്ഞാല് LLB എന്ന് പറയുന്നത് പാസ്സാകുന്നത് ഒരു സാധാരണ രീതി മാത്രം, ഡിഗ്രി എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു വക്കീലാകുന്നപ്പോഴാണ് വർഷങ്ങൾ നീണ്ട സീനിയറായ ആളുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത് പല കേസുകൾ പഠിച്ച് തങ്ങളുടെ കേസ് അല്ലാതെ വിവാദമായ പല കേസുകളും, ഇന്ത്യയിൽ നടക്കുന്ന പല കേസുകളും, അതിനുള്ള വേഴ്സസ് വെക്കുന്നത്, അത് പഠിച്ച് നമ്മൾ സാധാരണ പോലെ എക്സ്പീരിയൻസ് മേക്സ് ആൻഡ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ അതുപോലെയൊക്കെ പരിചിത പ്രജ്ഞയായി ഒക്കെ അല്ലേ ഒരു അഡ്വക്കേറ്റ് ആകുന്നല്ലേ? അതായത് ഈ നമ്മൾ ഞെക്കി പഴിപ്പിച്ച പഴം ശരിയാവില്ല, ഒരിക്കലും ഇല്ല, സ്വാഭാവികമായി പഠിക്കണം. അഡ്വക്കേറ്റ് ടി ബി മിനി ഇങ്ങനെ സ്വയം അപഹാസ്യമായി കേരള സമൂഹത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും എനിക്ക് അവര് നമ്മുടെ എതിർപ്പാനം നിൽക്കുന്നത് അത് വേറെ കാര്യം. നമുക്ക് എപ്പോഴും പ്രതിപക്ഷ ബഹുമാനം, നിലപാടുകൾ എപ്പോഴും എടുക്കാം. ഞാനിപ്പം അജയകുമാർ സാറ്, ഞങ്ങളൊക്കെ ഇപ്പോഴും, ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കണ്ടു. ഞങ്ങള് ഒരു യാത്ര പോയി ആലപ്പുഴയിൽ. ഞങ്ങളൊരു സിനിമയുടെ ഒരു കുടുംബത്തിലെ ഒരു ഫാദർ മരിച്ച സമയത്ത് പോയി വരുമ്പോൾ പെരുന്നേ വെച്ച് നമ്മുടെ അഡ്വക്കേറ്റ് അജയകുമാർ സാറിനെ കണ്ടു. ഞങ്ങൾ തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്, ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് സംസാരിച്ചത്, പിരിഞ്ഞത്. കേസിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ല കേട്ടോ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ടി വിനെ കുറിച്ച് ചോദിച്ചു, സാർ എന്തായിരുന്നു? പുള്ളി ഒരു ചിരി ചിരിച്ചു. ആ ചിരിയിലെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായി. പുള്ളി എൻ്റെ ഇടയ്ക്ക് ഒരു ചിരി ചിരിച്ചു, ഒരു കമന്റ് ആയിട്ട്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പം ഈ ടി വി മിനിയുടെ ഇന്റർവ്യൂസ് പലത് കാണുമ്പോൾ ഇവര് ശരിക്കും പറഞ്ഞാല് അവർ നിൽക്കുന്ന ഭാഗത്തെ ആൾക്കാരെ അവഹേളിക്കും. അല്ലേ? പഠിക്കാതെ പുള്ളിക്കാരി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നും പഠിച്ചിട്ടില്ല. പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്ന കേസ് ഞാൻ ജയിച്ചു. ഏത് കേസാ? മെമ്മറി കാർഡിന്റെ കേസ്. ഇത് യഥാർത്ഥത്തിൽ മെമ്മറി കാർഡ് ഉണ്ടായത് ഈ സംഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ. അങ്ങനെയുള്ള അതിജീവിതയ്ക്ക് വേണ്ടി ഒരു വക്കീലായിട്ട് വന്നത്. അപ്പൊ പിന്നെ അതിലേക്കൊന്നും പോകുന്നില്ല. അവര് കേസ് ജയിച്ചു, മെമ്മറി കാർഡിന്റെ കേസ് ജയിച്ചു. അത് ഈ ഒരുമാതിരി പരസ്പര ബന്ധമില്ലാതെ, അതായത് ഒറിജിനൽ മെമ്മറി കാർഡ് ആര്? മാർട്ടിൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ഒന്ന് ആലോചിക്കുക. മാർട്ടിനെ അന്ന് പിടിച്ചിട്ട്, മാർട്ടിനെ അന്ന് കോടതിയിൽ കീഴടങ്ങിയ സമയത്ത് അല്ല, ഓൺ സ്പോട്ടിൽ ലാലിന്റെ അവിടെ പോലീസ് പിടിച്ചതാ. ഓൺ ദ സ്പോട്ടിൽ ലാലിന്റെ അവിടെ തന്നെ പോലീസ് പിടിച്ചോണ്ട് പോയ മാർട്ടിൻ വെളിച്ചം കണ്ടത് എത്ര വർഷം കഴിഞ്ഞാ? 2.5 വർഷം സുപ്രീം കോടതി. അതെ, ആ മാർട്ടിൻ എങ്ങനെ ഫ്ലഷ് ചെയ്ത് കളയുന്നത്?
അപ്പൊ ഇവര് പറയുന്നതൊക്കെ എത്രമാത്രം ഒരു ലോജിക്കും അല്ലേ? ഒരിക്കലും മാർട്ടിൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. എങ്ങനെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു? ജയിലിൽ വെച്ചു. അല്ല, അതൊക്കെ ഒരു ക്യാമറയുടെ മുമ്പിൽ ആ കേസ് നടത്തിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് പറയാന്ന് പറഞ്ഞാൽ പരിതാപകരമായ അവസ്ഥയാണ്. അതുപോലെ നമ്മൾ പോലും പറയത്തില്ല പെണ്ണുങ്ങൾ മദ്യപിക്കുന്നു അല്ലേ? അല്ല, അത് മദ്യപിക്കുന്നു ഉള്ളതിനേക്കാളുപരി ഈ കേസിലെ ഒരു മുൻ ഭാര്യയായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവർ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത്. അവരെങ്ങനെ മദ്യപിക്കാതിരിക്കുക, അവരെ വീട്ടുതടങ്കലിൽ പോലെ പാർപ്പിച്ചു കഴിഞ്ഞാൽ. കള്ളു കുടിക്കാൻ സ്ത്രീക്ക് എന്ന പോലെ പുരുഷൻ എന്ന പോലെ സ്ത്രീക്ക് ഇവിടെ റൈറ്റ് ഉണ്ട്. ഇവിടെ സ്ത്രീകൾ ആരും ഇപ്പൊ കള്ളു കുടിക്കാതിരിക്കുന്നവരല്ല, അത്യാവശ്യമൊക്കെ എല്ലാവരും കഴിക്കുന്നവരുമാണ്. ഇത് ഇന്ന കഴിക്കണം എന്നുള്ളത് നല്ല ശീലമൊന്നുമല്ല, പക്ഷെ അതിനൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും കേരളം പോലൊരു സംസ്ഥാനത്ത് ഇല്ല. കേരളത്തിലും ഇല്ല, ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല. പിന്നെ ഒരു സ്ത്രീ കള്ളു കുടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ. ഇത്രയും വലിയൊരു നടി അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിലിടുന്ന പോലെ ജയിലിലിട്ടത് ആര്? അത്ര വർഷം ആരാ ജയിലിലിട്ടത്? അത് ആ സ്ത്രീനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയല്ലേ? അയാളെക്കാളും നല്ല അഭിനയശേഷിയുള്ള ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീനെ ഒരു തരത്തിലും ഒരു പടത്തിൽ പോലും അഭിനയിക്കാൻ തയ്യാറല്ലാതെ ആൾക്ക് പുറത്ത് ആൾക്കാരുമായി സംസാരിക്കാൻ പറ്റാതെ ആള് ജയിലിലിടുന്ന പോലെ ഇട്ടത് ആര്? അതല്ലേ ഏറ്റവും വലിയ തെറ്റെന്ന് പറയണത്. ഇന്ന് ആ മഞ്ജുവാരായിരുന്നെങ്കിൽ ഇന്ന് ആ മഞ്ജുവാര എന്തായിരുന്നു? എത്രയോ ആയിരക്കണക്കിന് അതായത് അവരുടെ സൈഡല്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യല്ല, മറിച്ച് അതിനെ കുറ്റം പറയാൻ പറ്റും. അവര് സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷെ അതിന് അനന്തര ഫലം എന്താ? അവർ ഉദ്ദേശിക്കുന്നത് സപ്പോർട്ടാ. അതെ, പക്ഷെ അതിനുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു റിസൾട്ട് അല്ലേ ഉണ്ടാകുന്നത്. പിന്നെ മഞ്ജുവാര് മദ്യപിച്ചിരുന്നു എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധാരണ പറഞ്ഞു കൊടുക്കുക. തെറ്റിദ്ധാരണ ആരെങ്കിലും അറിഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അത് ഇവര് ബേസ് ഇടുക അല്ലേ? അല്ല, അത് അവർ ദിലീപിനെ കാരണമാണെന്ന് വരുത്തി തീർത്താൽ മതി. അതാ അവരുടെ ഉദ്ദേശം. പക്ഷെ അത് മഞ്ജുവാരെ കൂടാതെ ക്ഷീണം എത്രമാത്രമാണ്. ദിലീപിനെ ഇത്രയും കഴിവുള്ള ഒരു നടിയെ പിന്നെ പൂട്ടിയിട്ടു. അവര് ഇളക്കൾ നല്ലതായിട്ട് അഭിനയിക്കാൻ അറിയാമായിരുന്നു. അവരെ അന്ന് തുറന്നു വിട്ടിരുന്നെങ്കിൽ അവർ ഇന്ത്യയിലെ ഇതിലും വലിയ സാധനങ്ങൾ ചെയ്തേനെന്നാണ് അവര് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്തുണ്ടാകുന്ന ഡാമേജ് ഭയങ്കരമല്ലേ? നമ്മളാരും പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും. അതുപോലെ ഞാൻ നക്സലൈറ്റ് ആയിരുന്നു. 17ാമത്തെ വയസ്സിൽ ഞാൻ നക്സലൈറ്റ് ആകുക എന്ന് പറയുന്നത് നക്സലൈറ്റ് ആയിരുന്നു എന്ന് പറയുന്നത് വേണുവിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നത്. അല്ലല്ല അത് പടക്കം എന്ന് പറഞ്ഞ സാധനം ചുമ്മാ അങ്ങ് തള്ളുകേക്ക്. ഇതിനകത്തൊരു സംഭവം നക്സലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത്? നക്സലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസം അതാ. തീവ്രമായ കമ്മ്യൂണിസം. എന്താണ്? ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് അല്ലെ? ഉള്ളവനും ഇല്ലാത്ത തമ്മിൽ അന്തരമില്ലാതെ അവിടെ എല്ലാവരും ഓൾ ആർ ഈക്വൽ എന്നുള്ള ഒരു സമഭാവനയാണ്. പ്രകൃതിയുടെ മക്കളാണ് എല്ലാ ജീവജാലങ്ങളും. അവർക്ക് ഈക്വൽ റൈറ്റ്സും ഈക്വൽ ജീവിക്കാനുള്ള മാർഗവുമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ള ബൈബിൾ വാചകം. ശരിക്കും കാൾ മാർക്സ് എഴുതിയ കമ്മ്യൂണിസത്തിൽ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും നല്ല ആശയം കമ്മ്യൂണിസമാണ്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. കമ്മ്യൂണിസത്തോട് ആൾക്കാർക്ക് വെറുപ്പ് വരാൻ കാരണം എന്താണ്? ആ കമ്മ്യൂണിസം നടപ്പിലാക്കിയ രീതികളും അത് കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിൽ വന്ന പാകപ്പെടലുകളാണ് കമ്മ്യൂണിസം ലോകത്ത് എന്തായത് മോശമായി മാറി. കമ്മ്യൂണിസം ലോകത്തിലെ ഏറ്റവും നല്ല ആശയമാണ്. പഠിക്കുന്നവർക്ക് അറിയാം അല്ലേ? എല്ലാവരും സമ്പന്നന്മാരാകുന്ന സോഷ്യലിസം എന്ന് പറഞ്ഞ കമ്മ്യൂണിസം സിനോണിമാ. അപ്പൊ ഞാൻ നക്സലൈറ്റ് ആയിരുന്നു എന്ന് ആയിരുന്നു എന്നാ പറയുന്നത് അല്ലേ? അടുത്തത് പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഷാജി അതിനെ കുറിച്ച് നന്നായിട്ട് എന്നോട് കമന്റ് ചെയ്തു സാറേ. അതായത് ഈ കേരളത്തിൽ നല്ല ഒരിടത്തും അതിജീവിതയുടെ കേസെടുക്കാൻ അഡ്വക്കറ്റുമാരില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ് ഞാൻ അതിനുവേണ്ടി. കാരണം കേരളത്തിൽ ഒരാളുണ്ടായില്ലേ കേസെടുക്കാൻ. ഈ പെൺകുട്ടിക്ക് വേണ്ടി വിക്ടിം വക്കാലത്തിടാൻ ഒരാളില്ല. കാരണം എനിക്ക് തുടർച്ചയായിട്ട് ഞാനൊരു ഓഫീസർ റൺ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തുടർച്ചയായിട്ട് ഈ കേസിൽ ലോവർ കോർട്ടിൽ പോകാൻ കഴിയില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. കാരണം എൻ്റെ ഓഫീസിൽ പോകും. പക്ഷെ ഒരാൾ ഏറ്റെടുക്കാനുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ആ കേസ് ഏറ്റെടുക്കുന്നത്. ആകെ ഒരു വ്യക്തി അല്ല, ഒരാൾക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫീസ് മേടിക്കാതെ കേസെടുക്കാൻ ആളുണ്ട്. എത്ര പേരുണ്ട്? ആ കുട്ടിക്ക് ആ അതിജീവിതയ്ക്ക് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് മേടിക്കാതെ എടുക്കാൻ ആൾ വരും. അതിന് യാതൊരു തർക്കവും ഇതിപ്പോ ഇവര് ഈ കേസ് മാത്രമല്ല പേരെടുക്കാനായിട്ട് ഈ സൂര്യനെല്ലി കേസിലൊക്കെ ഇവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അറിയില്ല, അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാം. അതെ, ഇതിപ്പോ എന്തുവേണം പറയാലോ. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തന്റെ അതിന് ഏറ്റവും ടി വി വിനിയോട് എനിക്കൊരു ഇത് തോന്നിയിട്ട് വിദ്വേഷം തോന്നാൻ കാരണം അവര് പറയുകയാണ് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ അതിജീവിയോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ആഴം ഒന്ന് ആലോചിച്ച്. ഇത് ഞാനൊരു കേസ് ഏറ്റെടുത്താൽ ഞാൻ അത് നിർത്തി പോകത്തില്ല.
വേണമെങ്കിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സമ്മതിച്ചില്ലെന്ന്. ഞാൻ ഈ കേസെടുക്കുമ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചതാണ്. കാരണം ഞാനൊരു കേസെടുത്താൽ പിന്നെ പുറകോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സമ്മതിക്കാത്ത ആള് ആരാന്ന് വെച്ചാൽ അത് ആ കുട്ടിയാണ്. അവരൊരു ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുകയാണ്. അപ്പൊ ഇതന്നെ ഇതിന് അടിപിടി കേസോ അതോ വണ്ടി കേസോ? വണ്ടി തമ്മിൽ ഇടിച്ചാണ് പോട്ടെ, കോംപ്രമൈസ് കാശ് പഠിച്ച് നഷ്ടം പരിഹരിച്ചു. ഇത് അതുപോലൊരു കേസാണ്. അതായത് ഞാൻ ഇത് സെറ്റിൽ ചെയ്യാൻ ആ കുട്ടിയോട് പറഞ്ഞു. ആലോചിച്ചു, അത് സത്യത്തിൽ അത് പ്രതീക്ഷിച്ച് സെറ്റിൽ ചെയ്യാൻ. അപ്പൊ ഷാജി, ഞാൻ ചോദിക്കുന്നത് TB മിനി പോലെ ഒരു വക്കീലിന്റെ അടുത്ത് വേറൊരാളുടെ കേസോട്ട് എങ്ങനെ ധൈര്യമായിട്ട് ചെല്ലും? എന്റെ ഗുരുതരാവസ്ഥ എവിടെയല്ല, ഇത് കോടതിയിൽ ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലാത്ത കോഗ്നൈസബിൾ ഒഫൻസ് ആയത് ഇത്. അതെ അതെ. അപ്പൊ ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞതിന്റെ മീനിങ്ങിൽ എടുക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതായിരിക്കും അതിന്റെ അനന്തരഫലം? അല്ല, എന്റെ ഒരു ഉദ്ദേശം എന്നായിരിക്കും? ഉദ്ദേശം എന്താ? പൈസ ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവാണ്. ഇങ്ങനെ പണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, സെറ്റിൽമെന്റ് പറഞ്ഞ പിന്നെ എന്താ? ക്ഷമ പറയുന്നു, അതല്ലല്ലോ സെറ്റിൽമെന്റ് അല്ല. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റേഞ്ച് എന്താണ്, ഇവർ സംസാരിക്കുന്നത് എന്താണ്, പെരുമാറുന്നത് എന്താണ്, പൊതുസമൂഹത്തിൽ എന്താണ് വിളിച്ചു പറയുന്നതിനെ കുറിച്ച് യാതൊരു വിധ വെളിവും വെള്ളിയാഴ്ചയിലെ വെളിവും വെള്ളിയാഴ്ചയിലെ അത് സംസാരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ വേറൊരു രസം എന്ന് പറയുന്നത്, ഇവര് പറഞ്ഞു 12-ാം തീയതി വരെ ഞാൻ അതിജീവയുടെ വക്കീലാണ്, 12-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം സമൂഹത്തിന് മുമ്പ് വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരുപാട് ക്യാപ്ഷൻസും ഒക്കെ ഇത് വന്നു. ഇതിനുശേഷം ശ്രീജിത്ത് പണിക്കരും പിന്നെ മഞ്ജൂഷിന്റെ ഒരു ചാനൽ ന്യൂസ് 18-ൽ ഇവര് സംസാരിക്കുമ്പോൾ ഈ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിയേക്കാൾ ക്ലിയർ ആയിട്ട് അത് അനലൈസ് ചെയ്ത് പോകും. അപ്പൊ അത് അങ്ങനെ വിവരിച്ചോണ്ടിരിക്കുമ്പോ ഇവർ അസ്വസ്ഥയാകാൻ തുടങ്ങി. അതായത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവരെ അസ്വസ്ഥയാകാൻ തുടങ്ങിയിട്ട് ഇവർക്ക് മറുപടി ഇല്ല എന്ന് കണ്ടപ്പോൾ, അതായത് ദിലീപ് ഈ അബാദ് പ്ലാസയില് ഉള്ള ഒരു സുനിയായിട്ട് കണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ അത് ഓരോന്നും ജഡ്ജ്മെന്റിൽ എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്ന സമയത്ത് ഇവർ അസ്വസ്ഥയാകാൻ തുടങ്ങിയിട്ട് ഭാഗം നേരത്തെ തന്നെ പറയുന്നുണ്ട്, ആ സമയം വരെ ഉള്ളൂ. അതിനുശേഷം ഷൂട്ട് എഴുപുന്നയിലേക്ക് മാറുകയാണ്. എന്നിട്ട് അവസാനം ഈ രണ്ടാൾക്കാരും ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നു, അവരുടെ ടവർ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഐഡന്റിഫൈ ചെയ്തു എന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ട്, പ്രോസിക്യൂഷൻ തന്നെയാണല്ലോ ഈ തെളിവുകളെല്ലാം കോടതിയിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നപ്പോൾ എന്താണ്, 3-ാം തീയതി വരെ അവിടെ ദിലീപിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ 8-ാം തീയതി ഈ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്ന സമയത്ത് എഴുപുന്നയിലാണ് ദിലീപിന്റെ മറുപടി. TB മിനി, ഇങ്ങനെ പ്രോസിക്യൂഷന് വ്യക്തമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അബാദ് പ്ലാസയിലെ ഗൂഢാലോചനയാണ്. അവിടെ വെച്ചാണല്ലോ ഈ കൊട്ടേഷൻ കരാർ ഉണ്ടാക്കിയത്, 1.5 കോടിയുടെ വാഗ്ദാനം വന്നത്. ഈ രീതിയിൽ എന്ത് സംഭവിച്ചു പ്രോസിക്യൂഷൻ? ഇത്തരത്തിൽ കോടതി ഈ ഉന്നയിച്ച തെളിവുകൾ, പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ച തെളിവുകൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? മഞ്ജുഷ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. നമുക്കൊരിക്കലും ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല, ഇതൊരു കണ്ടംപ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. മഞ്ജുഷിനോട് എനിക്കിഷ്ടമാണ്, ന്യൂസ് 18നോടും ഞാൻ നന്നായി സഹകരിക്കുന്ന ഒരാളാണ്. ശ്രീജിത്ത് പണിക്കരോടും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ എന്നെ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് കണ്ടംപ്റ്റാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഭയങ്കര ഇതൊക്കെ പറയുന്ന ഒരു വാചകം, അതായത് എനിക്ക് കോടതി ലക്ഷ്യമായതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാം. പേടിക്കുന്ന ഒരാളെ ജഡ്ജിയെ ചീത്ത വിളിച്ച ആളാണ്, അല്ലെങ്കിൽ ജഡ്ജി മോശമാന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നോടുള്ള ചർച്ച കണ്ടില്ലേ? മീഡിയ വണ്ണില്ല. ഞാൻ ചർച്ചയിൽ നിന്ന് കാര്യം പറഞ്ഞപ്പോഴേ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ പോയിന്റ് ഏതായിരുന്നു? ദിലീപ്, അതാണ് ഒരു വലിയ പോയിന്റ്. അതിജീവിതയ്ക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അതിജീവിയുടെ വക്കീല് പറയണം എന്തായിരുന്നു? ദിലീപ് പീഡിപ്പിച്ചാൽ പോലും അതിജീവിതയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ ചോദ്യം മീഡിയ വണ്ണിൽ ചോദിച്ചപ്പോഴേ TB മിനി അസ്വസ്ഥതയായിട്ട് അജിംസെ എനിക്കിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും, സജീവ് തിയേറ്ററൊപ്പം പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ഇവര് ഇറങ്ങിപ്പോ. കാരണം അറിയാം, ഇവര് അക്കമിട്ട് ഈ കാര്യങ്ങൾ ഇത് കൃത്യമായി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, SLCക്ക് പോലും ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഈ കേസിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല.
ഇവർ ആ ഉത്തരം പറയാതിരിക്കുന്ന സമയം അതാണ്. ശ്രീജിത്ത് പണിക്കരോട് ഇറങ്ങിപ്പോയ കാര്യം എന്താണ്? ശ്രീജിത്ത് പണിക്കർ വെൽ സ്റ്റഡീഡ് ആണ്. അതെ അതെ, എന്നേക്കാൾ സ്റ്റഡീഡ് ആണെന്ന് ഞാൻ പറയും. ഈ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും അപ്പൊ ഞാനിത് പഠിച്ച് കാര്യങ്ങൾ ആർഗ്യുമെന്റ്സ് മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്ക് ഉത്തരവില്ല എന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? മുൻകൂട്ടി തന്നെ അത് ഊരിട്ട് അവരൊക്കെ പോയി. ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെടില്ലാണ് അല്ലെ? കോട്ട ലക്ഷ്യത്തിന്റെ നിർവചനം തന്നെ ഇവര് മാറ്റിക്കളയുക. അതിന്റെ കാര്യം വെച്ചാൽ വിധി വന്നു കഴിഞ്ഞ് പറയാമെന്ന് പറയുന്നു, എല്ലാം ഞാൻ വിളിച്ചു പറയുമെന്ന് പറയുന്നു. വിധി വന്നു കഴിഞ്ഞ് സംസാരിക്കാൻ പറയുമ്പോൾ പറഞ്ഞു കോട്ടലക്ഷ്യമാണ്, എന്നെ കിട്ടില്ല, മഞ്ജൂഷിനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അതിനിടയ്ക്ക് അവർക്ക് ഒരു ഫോൺ വരുന്നുണ്ട് വീട്ടിൽ. ഞാനത് ശ്രദ്ധിച്ചു. ആരോ വിളിച്ചു പറഞ്ഞു കാണും മെഴുകാതെ ഇറങ്ങി പോകാൻ പറഞ്ഞു. അല്ലെ, ഒരു ഫോൺ വന്നതിന് ശേഷം അവർ ഈ അസ്വസ്ഥയാകുന്നത്, തൊഴുന്നതും എല്ലാ വീഡിയോയിലുണ്ട്. പല വക്കീലുമാരും പറഞ്ഞു കേട്ടോ. ഞാൻ എന്റെ കുടുംബത്തിൽ ഒത്തിരി വക്കീലുമാരുണ്ട്. എന്റെ മോൻ വക്കീലാണ്. ഞാനും LLB അത്യാവശ്യം പഠിച്ച ഒരാളാണ്, പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തിലെ മുഴുവൻ വക്കീലുമാരും ആകെപ്പാടെ കാണുന്നവരൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവരൊക്കെ എന്ത് പറ്റി? ഞാൻ എല്ലാ വക്കീലുമാർക്കും ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുകയാണ്. കാരണം വക്കീലുമാരെന്ന് പറഞ്ഞാൽ കേസ് നോക്കും, വിജയിക്കും, ഇതൊക്കെ എല്ലാ അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ വക്കീലുമാരുടെ അസ്വസ്ഥരായിട്ട് ഇങ്ങനെ പരിപ്രവർത്തനം വിളിച്ചു പറഞ്ഞ കണക്കാണ്. ഒരു പക്വത ഉള്ള മേഖലയല്ലേ ഒന്നത്. ഈ ബാലേന്ദ്രകുമാറിന് അനൂപും അപ്പുണ്ണിയും കൂടെ ഒരു കെട്ട് പണം കൊടുത്തു എന്തോ ആണ് കേസിനകത്ത് പറയുന്നത്. ഇത് അവര് പറയുന്നത് ദിലീപും പൾസർ സുനിയും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സ്വിഫ്റ്റിൽ ഇയാളെ എവിടേക്ക് കൊണ്ടാക്കി കൊടുത്തത്? ബസ് സ്റ്റോപ്പിൽ കൊണ്ടുകൊടുത്തത്. അപ്പോൾ പണത്തിൻ്റെ ഒരു കെട്ട് ആളുടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ആണ് മൊഴി. എന്താണെന്ന് അവർക്കറിയില്ല. അവര് പറയുന്ന ഈ കേസ് മുഴുവൻ അവര് അസിസ്റ്റ് ചെയ്തു, അവര് അതാണ് ഇതാണ്, എന്റെ ജീവഹാനി വരെ എനിക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അവര് അഡ്വക്കേറ്റ്മാർ അവിടെ നിൽക്കുന്നത് ദിലീപിന് ഇഷ്ടമാണ്. ഒരു കെട്ട് കൊടുത്തെന്നോ എന്തോ ആണെന്ന്. ഏത് അങ്ങനെ പറയാം, കെട്ട് പോലെ പറയുന്നത്. അതെ, കോടതി ചെന്നിട്ട് നമ്മളിത് വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ കോടതി സ്വീകരിക്കുന്നതാണ്. കോടതിയുടെ നടപടി ഇവർക്ക് ആർക്കും അറിയില്ല അല്ലേ? കോടതി ചെന്ന് ഹീറസെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതിനെ ബന്ധപ്പെടുത്തി ഉള്ള തെളിവുകൾ കോടതിയിൽ ക്ലിയർ ക്രിസ്റ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ പ്രതി രക്ഷിക്കപ്പെടുത്തുള്ളൂ. കോടതി പോകാത്തവരാണ് ഈ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കത്തുള്ളൂ അല്ലേ? അതെ, അവർക്ക് ഈ സിനിമയിലെ പോലെയാണ് കോടതി. സിനിമയിൽ എന്ന് പറയുമ്പോൾ നരസിംഹത്തിനകത്ത് മമ്മൂട്ടി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് എന്നാ പറയുന്നത്, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളെ അവിടെ വെച്ച് അന്നേരം തന്നെ സാക്ഷികളെ വിസ്തരിച്ച് വെറുതെ വിട്ടിരിക്കുന്ന കോടതി പറയുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ എത്രയോ കൊല്ലത്തെ പ്രോസസ്സിംഗ് ആണ് ഒരു സിനിമയല്ലേ. സിനിമാ കോടതി യഥാർത്ഥ കോടതിയും ഒത്തിരി വ്യത്യാസമുണ്ട്. കഴിഞ്ഞാൽ അതിന്റെ ഏത് സാഹചര്യത്തിലാണ് ഈ പുള്ളിക്ക് ജാമ്യം നേടുന്നോ ഈ കൊള്ളു വേണമെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. കോടതി വെറുതെ വിടുകയാണ് പുള്ളിയെ. കോടതി കാണാത്ത ഒരു കോമഡി സ്റ്റാറിലെ കോടതിയിലെ ജഡ്ജസ് രീതിയിലാണ് ഇതിനെ കാണുന്നത്. സീരിയസ്നെസ്സിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല. അതുപോലെ തന്നെ ഈ ജാതി പറയുക, ദിലീപിനെ ജാതി പറഞ്ഞ്, അതായത് നായർ മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവഹേളിക്കുക. എന്റെ ഒരു നൗഷാദ് ഉണ്ട്, ഒരു തൃശ്ശൂരുകാരൻ നൗഷാദ് ഗൾഫിലാണ്. അത് ആദ്യകാലം മുതൽ അവർ വലിയ ടീമുണ്ട്. അത് വലിയൊരു മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെന്നെ വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു അഫ്സലുണ്ട്, ഇവരൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. എത്രയോ പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന്. അതുപോലെ ഹംസു ഉണ്ട് കൊച്ചിയില്. അവരെയൊക്കെ ഇവര് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഹംസു ഉൾപ്പെടെയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ആദ്യകാലം പോലെ എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു കണ്ണൂർ ഒരു സജിയെ, ഒത്തിരി എന്താണ് ജിജോയെ, ജോജോയെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത പോലെ ആൾക്കാരാണ് ഇസ്ലാം മതത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവര് പറയുന്നത് നായന്മാര് മാത്രമാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത്. BJP-ക്കാരാണ്. ദിലീപ് BJP-ക്കാരാണ്. എസ്പെഷ്യലി സാറ് നായരല്ലല്ലോ, ഞാൻ നായരല്ലല്ലോ. നമ്മള് ജാതിക്കപ്പുറം നമ്മൾ മനുഷ്യരാ. അതെ, ഞാൻ ജാതി മതങ്ങളിലൊന്നും അധികം വിശ്വസിക്കുന്നില്ല. കാരണം എന്നോട് ചോദിച്ചിട്ടല്ല എന്നെ ഇന്റെ വീട്ടിൽ ജനിപ്പിച്ചതാണ്. ഷാജിയോട് ചോദിച്ചായിരുന്നു. ഒന്നുമില്ല, നമുക്കൊരു ഓപ്ഷനും ഇല്ല. നമ്മൾ ജാതി മതവും പറഞ്ഞ് കൂട്ടിയടിക്കേണ്ട കാര്യമില്ല. മനുഷ്യരെല്ലാം മറ്റു ലോകത്തിലെ സകല പ്രകൃതിയിലെ ജീവജാലങ്ങളെ പോലെ തന്നെയാണ്. ലോകത്ത് ജാതി ഉള്ളത് ഈ മനുഷ്യന് മാത്രമാണ്, ഇല്ലേ സാറേ? എനിക്ക് ഇതിനകത്ത് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു ദൗർഭാഗ്യപരമായ ഒരു കേസ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു എന്ന് വിചാരിച്ചു. 2017 ഫെബ്രുവരി 17 ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. അതിനുശേഷം ഇതിന് ചാർജ് കൊടുത്ത് ആ വർഷം തന്നെ ഏപ്രിൽ 18, അതായത് 2 മാസം കഴിഞ്ഞപ്പോൾ ചാർജ് കൊടുത്ത് ഈ സംഭവം അവസാനിച്ചു പോയതാണ്. പക്ഷെ നമ്മളതൊരു കേസിന് ഗ്രാവിറ്റിയൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ വിട്ടു. പക്ഷെ ഇതിന്റെ ഈ വളരെ മോശമായ വെർഷനിലേക്ക് പോകുന്നത് ദിലീപിനെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ടപ്പോഴാണ്. അപ്പൊ എന്റെ മനസാക്ഷി എന്നോട് ചോദിച്ചു, ഈ 2 മാസം കൊണ്ട് ചാർജ് കൊടുത്ത ഒരു കേസിനകത്ത് അതുവരെ അതിജീവിതയ്ക്കോ
അല്ലെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്തവർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കേസിനകത്ത് ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പരാതി അയക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ പോവുകയോ ചെയ്തിട്ട് ദിലീപിനെ അന്ന് ആ ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല? അതാണ് അതിനകത്ത് ഷാജി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഥാർത്ഥ പ്രതി ഇതിന് പുറകിൽ കളിച്ചു. യഥാർത്ഥ പ്രതികൾ തങ്ങളിലേക്ക് അന്വേഷണം വരരുത്. ആ സമയത്ത് ദിലീപിന് ഇതിനുള്ള ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് നന്നായിട്ട് സാമ്പത്തികം ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി തല ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സാമാന്യബോധമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഒന്നും ഒത്തുപോകുന്നില്ല അല്ലേ? ഒരിക്കലും ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ. അവിടെ നിന്നാണ് ഞാൻ ഇതിന്റെ പുറകെ കൂടിയത്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചോ, ആ സംഭവത്തിനകത്ത് നമ്മൾ ഈ തെറ്റ് ചെയ്തതെല്ലാം പിടിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് അവരാരാണ് തെറ്റ് ചെയ്യണം ശിക്ഷിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ. പക്ഷെ ഈ ഒരു ഗൂഢാലോചനാവാദം വരുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. ആ ഗൂഢാലോചനാവാദം വരുമ്പോൾ ദിലീപിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അന്ന് എന്തുകൊണ്ട് ഇത്രയും കഠിനമായ വിരോധം ഉണ്ടെങ്കിൽ അതിജീവിത എന്തുകൊണ്ട് ദിലീപിനെ ആയിട്ട് എനിക്ക് വിരോധം ഉണ്ടെന്ന്, ദിലീപ് ആകാൻ സാധ്യതയുണ്ട് എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. അത് ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്ത് വലിയ തല, അതായത് ഐൻസ്റ്റീൻമാരെ പോലെ പല തലകളും പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇതിന്റെ സത്യം എല്ലാം വെളി വരും ഒരു ദിവസം. അത് വരും. ചെട്ടി കേസ് ആന്റണി രാജുവിന്റെ ഷഡ്ഡി കേസ് വെളി വന്ന അങ്ങനെയാണ്. ഈ വിദേശി ആ നാട്ടിൽ പോയി ഒരു വർത്തമാനം പറഞ്ഞിട്ട് പണ്ട് ഒരു കഥയുണ്ട്, സത്യം എന്നും വിജയിക്കുമെന്നൊരു കഥയുണ്ട്. ഈ ദിലീപിന്റെ കേസില് നിങ്ങൾ കണ്ടു, പൾസസൂരി ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി വരും. അവർ ഫ്രീ ആയിട്ട് വരും. ഇപ്പൊ ആ വരുന്ന സമയത്ത് അവർ യാഥാർത്ഥ്യം ഒരിക്കൽ ലോകത്തോട്ട് വിളിച്ചു പറയും. ഒരിക്കൽ കേട്ടോളൂ പ്രേക്ഷകരെ, നമ്മൾ പറഞ്ഞ ഒന്നും വൃതാവിലായിട്ടില്ല. ഒരിക്കൽ ഉറപ്പായിട്ടും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് കാലം വരുന്നുണ്ട്. അത് വിദൂരമല്ല. കാരണം ഇവരിപ്പോ അവരുടെ പ്രൊട്ടക്ഷൻ നിൽക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകും. പണ്ട് ഒരു കാട്ടില്, പഴയ കാലത്ത് പണ്ടെന്ന് പറയില്ലേ, കാട്ടിൽ അവർ രണ്ടുപേര് നടന്നു പോയപ്പോ കുറെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. സ്വർണ്ണ നാണയങ്ങൾ ഒരു പുഴയുടെ തീരത്ത് പോയി ഇവര് സ്വർണ്ണ നാണയം രണ്ടായിട്ട് പകുക്കുക. രണ്ടുപേര് തമ്മിൽ പകുത്തോണ്ടിരുന്ന സമയത്ത് ഒരുത്തനൊരു ദുർവിചാരം തോന്നി. ഇവനെന്തിനാ പകുതി കൊടുക്കുന്നത്? ഈ സ്വർണ്ണ നാണയം മുഴുവൻ എനിക്ക് സ്വന്തമാക്കാമല്ലോ. ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പോരെ. അത് എന്ത് ചെയ്തു? നേരെ തോട്ടിലോട് അവിടുത്തെ ആ പുഴയിലോട്ട് അങ്ങ് മുക്കി പിടിച്ചപ്പോ കുമള ഇങ്ങനെ വെളിയിലോട്ട് വരും. ഇവനത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മുക്കി പിടിക്കുമെന്ന്. അപ്പൊ സ്വന്തം കൂട്ടുകാരനെ അവൻ അവിടെ വെച്ച് കൊന്നിട്ട് ഈ സ്വർണം മുഴുവൻ ഒരുമിച്ചാക്കി ഇവൻ നാട്ടിൽ വന്ന് സുഖമായി വലിയ കോടീശ്വരനായി ജീവിച്ചിരിക്കുക. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഇവര് പ്രായമായ സമയത്ത്, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് പ്രായമായി വലിയ കോടീശ്വരനായി, ബംഗ്ലാവ് മേടിച്ചു, ബെൻസ് കാറുകൾ മേടിച്ചു, വലിയ വലിയ കോടീശ്വരനായി, സമൂഹത്തിൽ വിലയും നിലവിലുള്ളവനായി, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ ഇദ്ദേഹം വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ വന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് പ്രായമായ സമയത്ത് ഈ പണ്ട് ഈ കുമള വന്നപ്പോഴേ ഈ കുമള ഇങ്ങനെ കണ്ടായിരുന്നു. ഇവനെ ഇങ്ങനെ മുക്കി പിടിച്ചപ്പോൾ ഇവരുടെ മനസ്സിൽ ഇന്നും ഈ മഴ പെയ്യുമ്പോൾ വീട്ടിന്റെ മുറ്റത്ത് ഈ വെള്ളം കുമള പോലെ വരുന്നുണ്ട്. നമ്മുടെ മഴ പെയ്യുമ്പോൾ അയാൾ തിണ്ണയിലിരിക്കുന്ന സ്വഭാവക്കാരൻ. അങ്ങനെ തിണ്ണയിലിരുന്നുകൊണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഈ ഇങ്ങനെ വന്നോണ്ടെങ്കിൽ എപ്പോഴും ചിരിക്കും. ഈ കുമള കണ്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് വീടിന്റെ മുറ്റത്ത് കുമള ഇങ്ങനെ വരുന്ന കണ്ടോണ്ട് എപ്പോഴും ഇദ്ദേഹം ചിരിക്കും. അപ്പൊ ആര് ചോദിച്ചു, നിങ്ങൾ മിക്കവാറും വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോൾ മഴ പെയ്താലും തിണ്ണയിലിരുന്നിട്ട് കുമള കണ്ട് ചിരിക്കുമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഈ പണ്ടൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ കാര്യം ആരോട് പറയാണ്? ഭാര്യയോട്. സ്വന്തം സുഹൃത്തിനെ ഇങ്ങനെ മുക്കിക്കൊന്നപ്പോ കുമള വന്ന കാര്യം ഞാൻ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം സുഹൃത്തിന്റെ താനാണ് കൊന്നെന്ന് ഭാര്യയോട് ഇദ്ദേഹം കാര്യങ്ങൾ പറയുക. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അകത്തിരുന്നൊരു വേലക്കാരി ഇത് കേട്ടു. ആ വേലക്കാരുടെ ഭാര്യ ഒരു പോലീസുകാരനായിരുന്നു, ആങ്ങള ഒരു പോലീസുകാരനായിരുന്നു. ഈ വേലക്കാരി അടുക്കളയിൽ കേട്ട് പോലീസുകാരനെ ആങ്ങളോട് എന്ന് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. പഴയ കാലത്ത് ഒരു മരണമുണ്ട്, ആ മരണം ഇദ്ദേഹം ചെയ്തെന്നുള്ളത് ഇദ്ദേഹം തിണ്ണലിരുന്ന് പറഞ്ഞു, ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടത്. ഈ പോലീസുകാരൻ എന്ന് പറയുന്ന സമയത്ത് പോലീസുകാരത്ത് പോയി SHOട് അന്നത്തെ സർക്കിളോട് പറഞ്ഞു. സർക്കിൾ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്നാലോചിക്ക്, വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ആ സത്യം വെളിയിൽ വന്നു. അപ്പൊ ഒരു സത്യം അങ്ങനെ മൂടി വെക്കപ്പെടാൻ പ്രകൃതി നിയമമാണ് അല്ലെ? ടു എവറി ആക്ഷൻ ദേർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ നൂട്ട പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഒരിക്കലും ഇത് തെളിഞ്ഞു വന്നിരിക്കും. നമുക്കത് മറക്കാൻ പറ്റില്ല അല്ലെ? അത് പ്രകൃതിയുടെ നിയമമാണ്, സനാതന നിയമമാണ്. ഒരു കാര്യം വെച്ചു, ഐ ബെറ്റ് യു, ഇത് കേൾക്കുന്ന ഓഡിയൻസോട് ഞാൻ പറയാം, ദിലീപിന്റെ കേസിലെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം വെളിയിൽ വരുന്നത് പോലീസ് അന്വേഷണത്തിലൂടെ ഉണ്ടാവില്ല. CBI അന്വേഷണം വന്നാൽ ആവാം. മാനനഷ്ട കേസ് വന്നതിന്റെ പേരിൽ അന്വേഷണം വരണമെന്നില്ല അല്ലെ? നിരപരാധി ശിക്ഷിച്ചതിന്റെ പേരിൽ 85 ദിവസം ജയിലിട്ടതിന്റെ പേരിലും കരിയർ തകർത്തിന്റെ പേരിലും മാനനഷ്ട കേസ് വരാം. പക്ഷേ ഇതിന് യഥാർത്ഥ സത്യം ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഈ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം. ഒരു 10-12 വർഷം കഴിയുമ്പോൾ അല്ലെ, 15 വർഷം പൾസസൂരി ഇറങ്ങി വരും. ഇതെല്ലാം ഫ്രീ ആയ സമയത്ത് എവിടെയും പുലമ്പുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊന്നും ഇവിടെ കാണില്ല. പക്ഷേ സത്യം ലോകം അന്ന് അറിയും അല്ലെ? അന്ന് നമ്മൾ ഇതുപോലെ ദിലീപിനെ നമ്മൾ 8 വർഷക്കാലം പ്രതിയാക്കി വെച്ച് പുച്ഛിച്ച് തള്ളിയവര് ഇപ്പം നമ്മൾക്ക് ഇച്ഛാഭംഗം വന്നതുപോലെ
അന്ന് നമുക്ക് ഇച്ഛാഭംഗം വരും. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? നാടകമേ ഉലകം, അതെ അതെ നാടകമേ ഉലകം. ഉലകം. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സത്യം എന്നും സത്യമായിരിക്കും. എത്ര മൊഴി അല്ലെ, നമ്മൾ എത്ര എന്താ പറയുക, സാധാരണ പറയണം, സൂര്യനെ മറയ്ക്കാൻ കാർമേഘങ്ങൾക്കാവില്ല, സൂര്യനെ മറയ്ക്കാൻ കാർമേഘങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞുള്ള സത്യത്തെ മറയ്ക്കാൻ ഒരിക്കലും കാർമേഘങ്ങൾക്കും അസത്യങ്ങൾക്കും ആവില്ല. ഒരിക്കൽ സത്യം തിരിച്ച് ഇവിടെ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട് തന്നെ ചെയ്യും. അത് പ്രകൃതിയുടെ നിയമമാണ്, അത് ദൈവത്തിന്റെ നിയമമാണ്, അല്ലേ? ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത എപ്പിസോഡുമായി കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.